ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ആസ്റ്റൺ വില്ല വേഴ്സസ് ചെൽസി മത്സരം 2-1 എന്ന ഗോൾ സ്കോറിന് ആസ്റ്റൺ വില്ല വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി മാർക്കോ അസെൻസിയോവും ചെൽസിക്ക് വേണ്ടി എൻസോ ഫെർണാണ്ടസുമാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി 43 പോയിന്റുമായിട്ട് ആസ്റ്റൺ വില്ല 7ാം സ്ഥാനത്തും 44 പോയിന്റുമായിട്ട് ചെൽസി 6ാം സ്ഥാനത്തും പിന്തള്ളിയിരിക്കുകയാണ്. ചെൽസിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പെർഫോമൻസ് ആയിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. വളരെ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ചെൽസിയുടെ ഈ സ്ക്വാഡിൽ ഡിഫെൻസീവ്ലി വളരെ വളരെ മോശം എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ, യാതൊരു വിധത്തിലുള്ള യൂസ് ഇല്ലാത്ത ഒരു ഡിഫെൻസീവ് സെൻറ്റർ ബാക്കിലായാലും അതുപോലെ ലെഫ്റ്റായാലും കുക്കുറയിലൊക്കെ ഒരു ഇടത്തരം പെർഫോമൻസ് ആണ്. എനിക്ക് ഈ ഒരു സ്ക്വാഡ് മീൻസ് ഈ ഒരു ഡിഫൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അറ്റാക്കിങ്ങിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഇന്ന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് എൻസോ ഫെർണാണ്ടസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കിട്ടില്ലം പെർഫോമൻസ് ആയിരുന്നു. എൻസോ തന്നെയായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വിങ്ങറായിട്ടാണ് എൻകൂക്കു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളിക്കാരൻ സ്ട്രൈക്കർ റോളിലേക്ക് വരുന്ന സമയത്ത് അറിയാമല്ലോ, അട്ടപ്പട്ടലമാണ്. സ്ട്രൈക്കർ റോളിൽ ഒരിക്കലും സക്സസ് ആവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. കാരണം പുള്ളിയുടെ ആ ഒരു ഫിസിക്കാലിറ്റി ആയാലും അതുപോലെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് സെൻറ്റർ ഫോർവേഡിൽ കളിക്കുന്ന ഒരു പ്ലെയേഴ്സിന് അത്യാവശ്യം നല്ലൊരു ഫിസിക്കലി നല്ലൊരു ഫിറ്റായിട്ടുള്ളൊരു പ്ലെയർ ആയിരിക്കണം. അതുപോലെ അത്യാവശ്യം പ്രീമിയർ ലീഗ് പോലെയുള്ള ഒരു ലീഗിൽ കളിക്കുന്ന സമയത്ത് നല്ലൊരു സ്പീഡായിട്ടുള്ളൊരു പെട്ടെന്ന് റിക്കവർ ചെയ്യാനോ അതുപോലെ രണ്ട് ബോക്സ് പ്ലെയർ മാത്രമായിരിക്കരുത്. ഫോർ എക്സാമ്പിൾ ഡിഫെൻസീവ്ലിയും കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു താരമാണെങ്കിൽ കുറച്ചുകൂടി മച്ച് ബെറ്റർ ആയിരിക്കും. അതുപോലെ പാമറും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പെർഫോമൻസ് ആയിരുന്നു. സ്ട്രൈക്കറുടെ ഒരു പ്രശ്നം ഈ ഒരു മത്സരത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ നെറ്റോ ഒരു മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. റീസെൻ്റ്ലി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഈ ഒരു മാച്ചിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി പെർഫോമൻസ് തന്നെയായിരുന്നു. ഇന്ന് റീസ് ജെയിംസ് മിഡ്ഫീൽഡിലാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരൻ്റെ പ്രോപ്പർ പൊസിഷനായ റൈറ്റ് വിങ് ബാക്കിലാണ് കളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മത്സരം സമനിലയെങ്കിലും പിടിക്കാമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ആസ്റ്റൺ വില്ലയുടെ ആ സ്കോറിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ടത് എമ്മി മാർട്ടിനസ്, ആ ഗോളി, ആ ഒരു സ്കോഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പേഴ്സണലി ഈ ഒരു മാച്ച് എന്നല്ല ആസ്റ്റൺ വില്ലയുടെ ഒരുപാട് മാച്ച് വാച്ച് ചെയ്യുന്ന സമയത്ത് എമ്മി മാർട്ടിനസ് കൊണ്ടുവരുന്ന ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൊരു സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് അത്രയും കൺട്രോൾഡാണ്. ഇപ്പോൾ 1-on-1 സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ പുള്ളി ഫ്രണ്ടിലേക്ക് കീറിപ്പോവും. കാരണം അത്ര കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ലെവൽ കോൺഫിഡൻസ് ആണ് എനിക്ക് പേഴ്സണലി നിലവിലുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പെനാൾട്ടി ടേക്കറായിട്ട് മാത്രമല്ല ഓവറോൾ ആയിട്ടാണ് പറയുന്നത്. പുള്ളി ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൈ ഫേവറേറ്റ് ഗോൾ കീപ്പറും കൂടിയാണ് എമി മാർട്ടിനസ്. പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് എന്തൊക്കെ സംഭവിക്കും, മിറാക്കിളൊക്കെ ആസ്റ്റൺ വില്ലയൊക്കെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ യുണൈറ്റഡിൽ നിന്നും വന്ന റാഷ്ഫോർഡ് ആണെങ്കിലും ഇതുവരെ കാണാത്തൊരു റാഷ്ഫോർഡിനാണ് ഈ ഒരു ആസ്റ്റൺ വില്ലയിൽ വന്ന ആ ഒരു സമയത്ത് കളിക്കാനൊക്കെ ആ പുള്ളിക്ക് അറിയാം. പക്ഷേ ഈഗോ ആ ഒരു പ്രശ്നം തന്നെയാണ് പുള്ളിയുടെ ഈ ഒരു പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പുള്ളിയുടെ ഒരു ഫ്രീഡം കൊടുക്കണം. പുള്ളി ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ കളിക്കാനുള്ള ഒരു ഫ്രീഡം പുള്ളിക്ക് കൊടുക്കണം എന്നുള്ള ഒരു വാശി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കോച്ചിലെ ഒരു ടാക്ടിക്കലായി ഒരു മൂവ്മെൻറ്റിലേക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു താരം കൂടിയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചത്. മാർക്കോ അസെൻസിയോ പോളി കളിയായിരുന്നു ഈ ഒരു മാച്ചിൽ. 2 ഗോളും
2 ഗോൾ എനിക്ക് ഹാട്രിക് അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ചില നിർഭാഗ്യവശാൽ ഹാട്രിക് അടിക്കാൻ വേണ്ടി സാധിച്ചില്ല. എന്തായാലും ചെൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. ഈ ഒരു മാച്ച് ലൈവായി കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.